വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. എന്നും സ്തുതി നിൻ കനിവിനു കനിവേറൂ രക്ഷകനേ, എത്ര നിറഞ്ഞിന്നെങ്ങും കാണുന്നു നീന്താനം നീനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. ഉയരോടുണ്ടായ കോപം നിലവിളിയാൽ നിൽക്കുന്ന ജീവനുള്ള ദൈവം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കും? ഞങ്ങൾ എന്നും നിന്നെ സ്തുതിക്കുന്നു എന്നാണ് ഭക്തന്മാർ പാടുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കമ്പനിയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും അത്ഭുതം. അവർ പല്ലും കേട്ടു, നെഞ്ചുവേദന വന്നു, ആൻജിയോഗ്രാം ചെയ്തു, ICUലൊക്കെ കിടന്നു, 4-5 ദിവസം ആശുപത്രിയിൽ കിടന്നു എന്നെല്ലാം പറയുന്നു. പക്ഷേ ആളെ കാണുമ്പോൾ ഒരു കുഴപ്പവും തോന്നുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 1 ഞായറാഴ്ച ഇവിടെ ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഞാനന്ന് അവിടെ ICUയിൽ കിടക്കുകയായിരുന്നു. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചില അവസരങ്ങളിൽ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോൾ നേഴ്സ് വന്നിട്ട് ആ ആശുപത്രിയിലെ കിടക്കയിലെ പുതപ്പങ്ങ് മേത്തേക്ക് അങ്ങ് മൂടിയിട്ട് തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? അന്ന് ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതപ്പ് എൻ്റെ മേലേക്ക് വന്ന് വീഴുന്നത്. നിങ്ങളാരും പറയരുത് ഞങ്ങൾ അനാഥരാണ് എന്ന്. എനിക്കൊരു ശൂന്യത വന്നു എന്നൊന്നും പറയരുത്, നിരാശപ്പെട്ടു പോയി എന്നൊന്നും പറയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കാലങ്ങളെ ഓർത്ത് നെടുവേർപ്പെട്ടു ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തുന്നതിന് ഓരോ കാലങ്ങളുണ്ട്, ഓരോ വഴികളുണ്ട്, ഓരോ ദിശകളുണ്ട്. ദൈവത്തിൻ്റെ വഴി തടയുവാൻ ആർക്കും കഴിയില്ല. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, ചെവി തുറന്ന് കേട്ടാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തേക്കാൾ ഉപരിയായി ജീവനുള്ള ദൈവം നമ്മെ നടത്തുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, ദൈവം നമ്മോട് വാക്ക് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം നീട്ടുന്നുണ്ട്, സൗഖ്യമാക്കുന്ന കരം നീട്ടുന്നുണ്ട്, മദ്യപാനത്തിൻ്റെ ബന്ധനമഴിക്കുന്ന കരം നീട്ടുന്നുണ്ട്, അശുദ്ധിയുടെ ബന്ധനമഴിക്കുന്ന കരം നീട്ടുന്നുണ്ട്, കടബാധ്യതകൾ മാറ്റുന്ന ദൈവത്തിൻ്റെ കരം നീട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണു തുറന്ന് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കും, കർത്താവേ, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, അനാദിയായ ജീവനുള്ള പുരാതനായ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അതറിയുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കും. അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളം കത്തുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്നേഹം അതെങ്ങനെ വർണ്ണിക്കും? യേശുവിൻ്റെ കൃപ അതെങ്ങനെ വർണ്ണിക്കും? ഞാൻ അന്ന് ആ ദിവസങ്ങളിൽ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിത്യനായ ദൈവം മോശയോട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മോശയെ നമ്മെ തമ്മിൽ താരതമ്യപ്പെടുത്താൻ എന്തുണ്ട്? മോശ അന്ന് വലിയൊരു പ്രശ്നത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം, ദൈവം പുറപ്പെടുവിച്ചതായ ജനം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി, കാളക്കുട്ടിയെ ആരാധിക്കാൻ പോയി, ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, ആചാരങ്ങളുടെ പിന്നാലെ പോയി, അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോയി. മോശയുടെ ഹൃദയം വേദനിച്ചു. അപ്പോൾ ദൈവം അടുത്ത് വന്ന് മോശയോട് പറയുകയാണ്, മകനെ, തൊട്ടുമുമ്പത്തെ വാക്യത്തിലുണ്ട്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. എൻ്റെ പ്രിയപ്പെട്ടവരെ,
എൻ്റെ കർത്താവ് എന്നെ കൃപയാൽ വിളിച്ചു. മോശയ്ക്കറിയാം, മോശ അന്ന് നീലനദിയിലൂടെ ഒഴുകിപ്പോകേണ്ട ആളായിരുന്നു. നീലനദിയിൽ ആ ജീവിതം അവസാനിക്കേണ്ട ആളായിരുന്നു. എന്നാൽ നിത്യനായ ദൈവം ആ നീലനദിയിൽ നിന്ന് മോശയെ കോരിയെടുത്തതാണ്. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്കറിയാം, ജീവിതത്തിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ നിത്യനായ ദൈവം കൈപിടിച്ച് നടത്തിയത്. 40 കൊല്ലക്കാലം മരുഭൂമിയിൽ ദൈവ വിഷയവുമായി അല്പം പോലും സന്തോഷമില്ലാതെ നിരാശനായിരുന്ന കാലങ്ങൾ. എന്നാൽ ആ കാലത്തും തൻ്റെ പിന്നാലെ ഒരു നിഴല് പോലെ നിന്നൊരു ജീവനുള്ള ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു. എന്നാൽ നാം ദൈവത്തെ അറിയാത്തൊരു കാലമുണ്ടായിരുന്നു, ദൈവത്തെ അന്വേഷിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന ദൈവത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് നല്ല പരിചയമാണ്. ഇതൊരു ഫെബ്രുവരി മാസമാണ്. ഞാൻ കഴിഞ്ഞൊരു അവസരത്തിൽ പറഞ്ഞല്ലോ, ഇന്നേക്ക് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ ട്യൂഷന് പോകുമ്പോൾ എൻ്റെ സൈക്കിൾ ജീപ്പുമായിട്ട് ഇടിച്ചു. എൻ്റെ തലയിൽ ഇന്നുമുണ്ട് 25 സ്റ്റിച്ചിട്ട പാട്. ഞാൻ മരിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടായതാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ 6-7 ദിവസം ICUവിൽ കിടന്നു. അന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്ത് മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെയും മദ്യപാനം തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ മുറിയിൽ താഴെ ഒരു കിടക്കയിൽ കിടന്നുകൊണ്ട് പയ്യെ കൂകുകയും പയ്യെ ഒച്ച വയ്ക്കുകയും എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? അന്ന് ആ 14ാമത്തെ വയസ്സിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ നരകത്തിന് അവകാശിയായി തീരേണ്ട എല്ലാ പാപങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഈ കോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയിൽ എന്ന് പറഞ്ഞ ദേശത്തൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ്, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ്, ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, കർത്താവേ, ജീവനുള്ള ദൈവത്തിൻ്റെ കരം. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ ഓരോരോ സ്ഥലങ്ങളിൽ നിങ്ങളെ വീണ്ടെടുത്തത്, നിങ്ങളെ രക്ഷിച്ചത് നിത്യനായ ദൈവത്തെ നാം അറിഞ്ഞില്ല, പക്ഷേ കർത്താവ് അന്ന് നമ്മെ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു 16-ാം തീയതിയാണ്. നാളെ കഴിഞ്ഞ് 18-ാം തീയതി ഞങ്ങളുടെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് ആത്മഹത്യ വഴിയായി മാറ്റപ്പെട്ടിട്ട് 38 കൊല്ലം തികയും. ഓരോ വർഷവും ഇങ്ങനെ ഓരോരോ കൊല്ലങ്ങൾ കൂട്ടിപ്പറയും. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഉള്ളിൽ സങ്കടമുണ്ട്, ഉള്ളിൽ വേദനയുണ്ട്, കാരണം ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്നെല്ലാം കടന്നുപോയ കാലങ്ങൾ, കടന്നുപോയ വഴികൾ. അന്ന് 18-ാം തീയതി ഞാൻ കോതമംഗലം MA കോളേജിൽ പഠിക്കാൻ പോയിരുന്നു, പ്രീ ഡിഗ്രി 2ാം വർഷം. എൻ്റെ പെങ്ങന്മാർ സ്കൂളിൽ പോയിരുന്നു 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്. ഒരാളോടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മരിച്ചു, വൈകിട്ട് ബോഡി വരും, ഇനി നീ വേണം നിൻ്റെ കുടുംബത്തെ നോക്കാനെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛൻ മരിച്ചു എന്ന് കേട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകാത്ത മനുഷ്യനാണ് ഞാൻ. അന്ന് വൈകുന്നേരം ആ ബോഡി അവിടെ കൊണ്ടുവന്നു. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചർച്ചക്കാരും മുഴുവൻ കരയുകയാണ്. എൻ്റെ ഈ അമ്മയും 2 പെങ്ങന്മാരും ആ ശവശരീരത്തിലേക്ക് വീണ് ഞങ്ങൾക്കിനി ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടിട്ട് കരയാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ കുളിച്ച് ഈറനണിഞ്ഞ് തോർത്തമുണ്ടെടുത്ത് കർമ്മം ചെയ്യാൻ നിൽക്കുന്ന ഞാൻ, മുറുക്കി ചുവപ്പിച്ച പല്ലും ബീഡി വലിച്ചു പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന് പറയും, അന്നും എൻ്റെ പിന്നാലെ ഒരു ദൈവസ്നേഹമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അച്ഛൻ മദ്യപിച്ച് അമ്മയെ തല്ലുകയും ഞങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്തയാളാണ്. എന്നാൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ അറിയുന്ന നിമിഷം വരെ ഞാൻ ഏതെല്ലാം ബാറുകളിൽ പോയി ആഹാരം കഴിച്ചു, കള്ള് ഷാപ്പിൽ നിന്ന് ആഹാരം കഴിച്ചു, ടൂറുകൾ പോയി, എന്തെല്ലാം ചെയ്തുവെങ്കിലും ഒരിക്കൽ പോലും മദ്യം എന്നെ തൊടാതെ, മദ്യത്തിൻ്റെ രുചി നോക്കാതെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തടുത്തതാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ 2 പെങ്ങന്മാർ വീട്ടിൽ ഉറക്കുകുളി കരുതി വെച്ചതാണ് ആത്മഹത്യക്ക് വേണ്ടി. എന്നാൽ അവർ ആത്മഹത്യയിലേക്ക് പോകാതെ തടുത്ത് നിർത്തിയ ഒരു കരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ സ്നേഹമുണ്ട്. എൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും മനസ്സിലാകും. പരസ്യമായ സദസ്സിൽ പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. ഇന്ന് പത്രത്തിലും TV യിലും കാണുന്ന പല അനർത്ഥങ്ങളും
സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിലൊന്നുപോലും സംഭവിക്കാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ, അനാഥരായ വിധവയായ എൻ്റെ അമ്മയെയും എൻ്റെ 2 ഇരട്ട സഹോദരിമാരെയും ഒരണുവിൽ പോലും, ഒരു രോമത്തിൽ പോലും കേടുപറ്റാതെ, ദുഷ്ടൻ്റെ കയ്യിൽ പെടാതെ കാത്തു പരിപാലിച്ച ഞങ്ങളെ ജനനം മുതൽ വിളിച്ച് വേദനിച്ച് ഇന്ന് വരെയും പരിപാലിച്ച നിത്യനായ ദൈവത്തിൻ്റെ കരമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കരം ഞാൻ നായരായതുകൊണ്ടല്ല. നായർക്കും ക്രിസ്ത്യാനിക്കും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. യേശുവിനെ അറിയാത്തവൻ ആരും വ്യത്യാസമുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തുവിത അരികിൽ വന്നിട്ട് നിങ്ങളെ നടത്തിയ വഴികളൊന്ന് ഓർത്തു നോക്കിക്കേ. എൻ്റെ യേശുവേ, എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നെ നടത്തിയത് എത്ര അത്ഭുതകരമായ വഴിയിലൂടെയാണ്. ഞാൻ പറയാറില്ലേ, ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ശേഷിക്ക് പോലും ചെയ്യില്ലായിരുന്നു, എൻ്റെ കുടുംബം ശേഷിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഈ അനുഗ്രഹീതരായ ദൈവമക്കളോട് കൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ സമാധാനത്തോടെ ഞാൻ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഫെബ്രുവരിയിൽ തന്നെ ചെറിയൊരു പ്രയാസം വന്നു, ശരിയാണ്, ആൻജിയോഗ്രാമൊക്കെ ചെയ്തു, ശരിയാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന് സ്തോത്രം, ഞാൻ അനാഥനല്ല, ഞാൻ ആരോരുമില്ലാത്തവനല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും പറയരുത്, ഇന്ന് ആദ്യമായി വന്നവരുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമക്കളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂട്ടായ്മയുണ്ട്. എന്തുകൊണ്ട്? നാം വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന യേശു കേൾക്കില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങളെ കേൾക്കാൻ ചെവിയോർത്ത് നിൽക്കുന്ന യേശുവിതാ നിങ്ങളുടെ അരികിലൂടെ, ഈ ഹോളിലൂടെയും വശത്തൂടെയും താഴത്തെ ഹോളിലൂടെയും ഈ യൂട്യൂബിൻ്റെ പ്രസരണത്തിലൂടെയും വ്യാപരിക്കുന്ന ദൈവസ്നേഹം നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറയണം, എൻ്റെ യേശുവേ, എൻ്റെ നാഥ, നിനക്ക് എന്നോട് ഇങ്ങനെ കൃപ തോന്നാൻ ഞാൻ എന്തുണ്ട് മകനെ? ഒറ്റ കാരണമേ ഉള്ളൂ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഞാനൊരു പാപിയായതുകൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. മാത്രമല്ല, നീ നടത്തുന്ന നിൻ്റെ ജനമുണ്ടല്ലോ, അവരുടെ കൂടെയും എൻ്റെ തിരുസാന്നിധ്യം പോരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വാക്ക് പറയുകയാണ്, നമ്മുടെ വാക്ക് പറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ തന്നു വിടാമെന്ന്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വായിക്കാം, പുറപ്പാട് പുസ്തകം 23:20. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോശയോട് പറയുകയാണ്, ഈ ജനത്തോട് നീ പറയുക, ഞാൻ എൻ്റെ സാന്നിധ്യം, എൻ്റെ ദൂതനെ നിങ്ങൾ മുമ്പാകെ അയക്കാം. ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നത് ഗബ്രിയേലോ മീഖായേലോ അങ്ങനെയുള്ള മാലാഖമാരോ ദൂതന്മാരോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. അവിടെ 25 പ്രാവശ്യം പറയുന്നുണ്ട് ഈ തൃത്വത്തെ പറ്റി, ഈ ദൂതനെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കാം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയാമോ? മോശയോടൊന്ന് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, നിൻ്റെ സാന്നിധ്യം എനിക്ക് നിനക്ക് തരും, എൻ്റെ സ്വസ്ഥത ഞാൻ നിനക്ക് നൽകുമെന്ന്. നമ്മെ ഓരോരുത്തരെയും ഒരു സ്വസ്ഥതയിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ വലഞ്ഞാണ് ഇരിക്കുന്നത്, തളർന്നാണ് ഇരിക്കുന്നത്, ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ സ്വസ്ഥത, നിറഞ്ഞ സമാധാനം, നിറഞ്ഞ സന്തോഷം. വീട്ടിൽ അനുകൂലമായ സാഹചര്യമായിരിക്കില്ല, വളരെ പ്രതികൂലങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. പക്ഷെ അവിടെയും ദൈവം നൽകുന്നൊരു സ്വസ്ഥതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാകില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ കൂടെ അയക്കും, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ജീവിതയാത്രയിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. അത് ഈ ലിവിങ് ബൈബിൾ വായിച്ചാലാണ് അതിന് ശരിയായ അർത്ഥം മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾക്കാം. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയാണ് പറയുന്നത്, ഐ ആം സെൻഡിങ് ആൻ ഏഞ്ചൽ ബിഫോർ യു. ഞാൻ എൻ്റെ ഒരു ദൂതനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നു. ടു ലീഡ് യു സേഫ്ലി ടു ദ ലാൻഡ്. ഞാൻ നിങ്ങളെ വളരെ സുരക്ഷിതമായി, വളരെ സുഖപരമായി, സുരക്ഷിതരായി ആ ദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടി.
ഐ ഹാവ് പ്രിപ്പയർഡ് ഫോർ യു. ആ ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ദേശമാണ്. ഒരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത ആ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കുന്നു. റെവറൻസ് ഹിം, ഭയപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു രംഗത്തുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷയിലുണ്ടെങ്കിൽ നാം ഭയപ്പെടണം. നാം കളിയായിട്ട് എടുക്കരുത്. പണ്ട് ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ അവിടുത്തെ മൂപ്പന്മാർ വിറയലോടെ എതിരേറ്റു എന്നാണ് തിരുവചനം വായിക്കുന്നത്. ശമൂവേൽ പ്രവാചകനെ കണ്ടപ്പോൾ ദേശത്തിലെ മൂപ്പന്മാർ വിറയലോടെ എതിരേറ്റു. എന്തിനാണ് വിറച്ചത്? ശമൂവേലിനെ കണ്ടിട്ടില്ല, ശമൂവേലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കണ്ടപ്പോൾ. ദൈവത്തിന് സ്തോത്രം. ആൻഡ് ഒബേ ഓൾ ഹിസ് ഇൻസ്ട്രക്ഷൻസ്. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇതെല്ലാം ഓരോരോ ദൈവമക്കൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ, ഓരോ ദൈവമക്കളും എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒന്ന് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം, തിരു സാന്നിധ്യം മാറിപ്പോകാൻ അധികം നേരമൊന്നും വേണ്ട. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മതി, കർത്താവിൻ്റെ കൃപയങ്ങ് മാറിപ്പോകും. ഇപ്പോൾ കിട്ടുന്നത് സൗജന്യമാണ്, പക്ഷെ അത് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. സാധിക്കില്ലെങ്കിൽ ദൈവത്തിന് തിരുവചനം പറയുകയില്ലല്ലോ. വായിക്കാം. യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ നാം ഈ ലോകത്ത് എവിടെയെല്ലാം പോകേണ്ടി വരും? നാം നമ്മുടെ ഇടവ പള്ളിയിൽ പോകേണ്ടി വരും, പെരുന്നാളിൻ്റെ കുർബാനയ്ക്ക് ചിലപ്പോൾ പോകേണ്ടി വരും, വിവാഹ വീടുകളിൽ പോകേണ്ടി വരും, മരണ വീടുകളിൽ പോകേണ്ടി വരും. നാം ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ചില അന്യ വിഗ്രഹങ്ങളെ സേവിച്ചതായ ചില വസ്തുക്കൾ കൊണ്ടുവരും. ഇല്ലേ, നാം ചിലപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇല്ല, അത് കുഴപ്പമില്ല, നാം തന്നെ പരുവപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, നാം പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ അത് കുഴപ്പമുണ്ടോ എന്ന്. വിഗ്രഹാർപ്പിതം കഴിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ? രാഹുകാലം നോക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ? ജ്യോത്സ്യക്കാരനെ തേടിപ്പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ? പറയുന്നുണ്ട് എങ്കിൽ മനുഷ്യൻ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ദൈവം ദുഃഖിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകയാത്രയിൽ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവി എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു റോഡ് ഇങ്ങനെ പോകുന്നു, അത് ഇടത്തോട്ടും പോകുന്നു, വലത്തോട്ടും പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവിൻ്റെ കയ്യിലേക്ക് ആയുസ് വെച്ച് കൊടുത്ത്, എൻ്റെ കർത്താവേ എന്നെ തെറ്റ് പറ്റാതെ നടത്തണമേ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ പൊയ്ക്കൊള്ളുവീ എന്നൊരു ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും. ആ ശബ്ദത്തെ തിരസ്കരിച്ചാൽ, അത് വേണ്ട എന്ന് വെച്ചാൽ ഉറപ്പാണേ, നാശം ഉറപ്പാണേ. എന്താണ് ഏറ്റവും വലിയ നാശം? ദൈവം കൊന്ന് നരകത്തിലേക്ക് ഇടുകയൊന്നുമല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യന് വരാകുന്ന ഏറ്റവും വലിയ കെടുതി എന്താണ്? അവൻ്റെ മേൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയങ്ങ് മാറിപ്പോകുന്നു. ആദാമിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ കെടുതി എന്തായിരുന്നു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായത് മാത്രമാണോ? അതാണോ? അല്ല. അവൻ്റെ മേലുണ്ടായിരുന്ന ദൈവ തേജസ്സിൻ്റെ ഉടുപ്പങ്ങ് മാറിപ്പോയി. അതാണ് ഒരു മനുഷ്യന് വരാകുന്ന ഏറ്റവും വലിയ കെടുതി. പ്രിയപ്പെട്ടവരെ, അത് നമുക്കാർക്കും സംഭവിക്കരുത്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമ്മുടെ പിറകിൽ നിന്നുകൊണ്ട് വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളി എന്നൊരു ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും. നീ അത് കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുക, പിന്നെയും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, യഥാർത്ഥത്തിൽ ബിലയാമെന്ന് പറയുന്ന പ്രവാചകനുണ്ട്, അവനോട് പോരെന്ന് പറഞ്ഞു, പക്ഷെ പിന്നെയും കഴുതപ്പുറത്ത് കയറി പോവുകയാണ്. ഈ ഉരിയാടാക്കാണ് മിണ്ടാത്ത കഴുത ആദ്യം വഴി തെറ്റിച്ചു, നല്ല അടി കൊടുത്തു കഴുതയ്ക്കിട്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും കഴുത വേറൊരു വഴിക്ക് പോയി. ഈ പ്രവാചകന് മനസ്സിലാകുന്നില്ല, പക്ഷേ കഴുതയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കും. നാം ദൈവസ്നേഹമാണ്, ദൈവം കരുണയാണ്, പക്ഷേ ദൈവത്തിന് മറ്റൊരു ഭാവം കൂടിയുണ്ട്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചാൽ കർത്താവ് കർക്കശമായിട്ട് നിൽക്കും. വീണ്ടും ഒരവസരം കൂടി വന്നു, ഒരു ചെറിയ വഴിയിലേക്ക് വന്നു.
ഇടത്തോട്ടും പോകാൻ പാടില്ല, വലത്തോട്ടും പോകാൻ പാടില്ല. ഈ കഴുത മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കഴുതി അവിടെ അങ്ങ് വീണ് കളഞ്ഞു. അപ്പോഴേക്കും പ്രവാചകൻ്റെ കോപം അങ്ങ് ജ്വലിച്ചു. അപ്പോഴാണ് പ്രവാചകൻ്റെ കണ്ണു തുറന്നത്. മുൻപിൽ നിൽക്കുന്നതായ ദൈവത്തിൻ്റെ ദൂതൻ. അയ്യോ, ഞാൻ നാശത്തിലേക്കാണ് പോകുന്നത് കണ്ടിട്ടും എന്നെ ശരിയായ പാതയിൽ നടത്തുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ട് പ്രവാചകൻ അമ്പരപ്പോടെ ആ പ്രവാചകനോട് ദൈവത്തിന് ആത്മാവ് ചോദിച്ചു, നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനയ്ക്ക് വിരോധമായി പോകുന്ന വഴി അത് നാശത്തിലേക്കുള്ള വഴിയാണ്. പാപം നാശത്തിലേക്കുള്ള വഴിയാണ്. പാപം നരകത്തിലേക്കുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ ആലോചനയെ ചെവിക്കൊള്ളാതെ സ്വന്തം ആലോചനയ്ക്ക് നടക്കുന്നത് നാശത്തിൻ്റെ വഴിയാണ്. നിങ്ങളാരെല്ലാം ദൈവത്തോട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ ആയുസ്സിൽ എൻ്റെ ദൈവമേ എന്നോട് നീ സംസാരിക്കുന്ന വഴികൾ കേട്ടിട്ട്, എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഇന്നിതാ നല്ലൊരു ദിവസം കർത്താവ് തന്നിരിക്കുന്നു. നിങ്ങളോട് വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ആരെല്ലാം പാപത്തോട് യാത്ര പറയാത്തവരായി ഇന്നിവിടെ വന്നിരിക്കുന്നുണ്ട്? മകനെ, നീ ഇന്ന് മദ്യപിക്കുന്നയാളാണ്. മകളെ, നീ ഇന്നും ഈ ലോക സുഖത്തിന് വേണ്ടി പോകുന്നയാളാണ്. ദൈവ വിഷയമായി നിനക്കൊന്നും കിട്ടിയിട്ടില്ല. നിനക്കൊരു മാനസാന്തരം വന്നിട്ടില്ല. ഇന്നും കോപം മാറിയിട്ടില്ല. ഇന്നും അലസത മാറിയിട്ടില്ല. ശരിയാണ്, ചില ആഗ്രഹങ്ങൾ, ചില ഒരു തിരത്തള്ളലിൻ്റെ പുറകിൽ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു സമർപ്പണം ഇതുവരെയും എടുത്തിട്ടില്ല. പാപത്തോട് യാത്ര പറഞ്ഞിട്ടില്ല. കർത്താവ് കാണുന്നുണ്ട്, മുൻപിൽ വലിയ നാശം നിൽക്കുന്നു. ഏതാണ് നാശം? അന്ധകാര തീ പൊയ്ക, നിത്യ നരകം. അതിൽ പെട്ടുപോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത ദൈവരാജ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെ എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, തീർന്നു ഈ ലോകയാത്രയിൽ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. രോഗക്കിടക്കയിൽ കൂടെ ഇരിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കും. നാം ഇരുന്ന് ഏങ്ങലടിച്ച് കരയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഏങ്ങലടിച്ച് കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് യേശു ഒപ്പിത്തരും. ആ കരം നമ്മെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട്, മകനെ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം തകർന്ന് ജീവിതം നശിപ്പിച്ചാണ് നീ വന്നിരിക്കുന്നത്, എനിക്കറിയാം കേട്ടോ. നീ ആ കാലങ്ങളിൽ മരിച്ചു പോകേണ്ടതായിരുന്നില്ലേ? അന്ന് നീ മരിച്ചു പോകാതെ നിന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് കർത്താവിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ട സഹോദരി, കുട്ടമ്പുഴ ബസ്സിൽ നീ കടന്നു വന്നു. അങ്ങ് പെരുവേൽ എന്നുള്ള ബസ്സിൽ നിന്ന് കടന്നു വന്നു. ഞങ്ങൾക്കാർക്കും നിങ്ങളെ പരിചയമില്ല. പക്ഷേ നിങ്ങളുടെ ചെവിയിൽ കർത്താവ് വന്ന് പറയുന്നുണ്ട്, മകനെ, എനിക്ക് നിന്നെ അടുത്തറിയാം. മകളെ, എനിക്ക് നിന്നെ അടുത്തറിയാം. കാരണം എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. കാരണം പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. ശരിയാണ്, നിന്റെ വീട്ടിൽ ആഭിചാരം നടന്നു, മന്ത്രവാദം നടന്നു, ഗർഭത്തിലെ കുഞ്ഞിനെ കൊന്ന് കലക്കി ഓടയിൽ എറിഞ്ഞു കളഞ്ഞു. സ്വന്തം ഭർത്താവിരിക്കെ, ഭാര്യയിരിക്കെ അന്യജടത്തെ തേടിപ്പോയി. അനേകം പാപക്കെട്ടുകൾ നിന്റെ മേലുണ്ട്. നിന്റെ കുടുംബത്തിൽ വാസ്തു നോക്കിയതിൻ്റെയും ജാതകം നോക്കിയതിൻ്റെയും ബന്ധനങ്ങളുണ്ട്. അനേകം ശാപങ്ങളുമായി, കടക്കെണികളുമായി നിങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ അവിടെ കൃപ പെരുക്കി തരികയാണ്. ദൈവ തേജസ്സാണ് സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കൃപ ഇറങ്ങി വന്നാൽ ഇതാ പാപം മാറിപ്പോകും. പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയും. ആരെല്ലാം ഇപ്പോൾ യേശുവോട് പറയുന്നുണ്ട്, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഇന്നെൻ്റെ പാപത്തിൻ്റെ അവസാന ദിവസമായി തീരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ അശുദ്ധി ഒന്നും മാറ്റിത്തരണമേ. എൻ്റെ വികാരങ്ങളൊന്ന് ശരിയാക്കി തരണമേ. എൻ്റെ വാക്ക് ഒന്ന് ശരിയാക്കി തരണമേ എന്നാര് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെയും എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോൾ യേശുവിനൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ് ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് വച്ചു തരുന്നു എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ കർത്താവ് നിങ്ങളോട് പറയും, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന്. യേശു കൂടെ പോരാമെന്നാണ് പറയുന്നത്. ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ് അല്ല, ഒരു ദൈവ പൈതലല്ല. യേശു കൂടെ പോരാമെന്ന്. യേശു കൂടെ പോരണമെങ്കിൽ പാപം ജീവിതത്തിൽ കാണരുത്. പ്രിയപ്പെട്ടവരെ,
പാപത്തോട് യാത്ര പറയേണ്ട സമയമാണിത്. യേശു ഇതാ അടുത്ത് വന്ന് നിൽക്കുന്നു. യേശു കൃപയോടെ വന്ന് നിൽക്കുന്നു. യേശുവോട് പറയൂ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക എന്ന് പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സമർപ്പണങ്ങൾ എടുക്കാം, അല്ല നമുക്ക് കൂട്ടായി സമർപ്പണങ്ങൾ എടുക്കാം. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ. വീഞ്ഞ് വീട്ടിലേക്ക് നാം വന്നിരിക്കുകയാണ്. നാവുകൾ തുറന്നുകൊള്ളൂ. ആ ക്രൂസിൽ ഒഴുകുന്ന തങ്കത്തിരു രക്തം ഇതാ ശരിയായ കുർബാനിയായി നിങ്ങളുടെ നാവിലേക്ക് പകരട്ടെ. പാപം ഏറ്റുപറയുന്ന പാപങ്ങൾ കർത്താവ് കഴുകി തരട്ടെ. പ്രിയപ്പെട്ടവരെ, മരിച്ചവർ ജീവിക്കട്ടെ. ആത്മാവ് പകരട്ടെ. ആത്മാവ് എഴുന്നള്ളി വരട്ടെ. തിരുസാന്നിധ്യം എന്ന പുതപ്പ് നമ്മുടെ മേലേക്ക് വരാൻ ഇതാ കർത്താവ് എല്ലാം കരുതിയിരിക്കുന്നു. എൻ്റെ യേശുവേ, ഞങ്ങൾ നിന്നെ ഒന്ന് സ്തുതിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, ആര് തീരുമാനം പറയുന്നുണ്ട്? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. ഇനി പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെ ആലോചനയോട് മറക്കരുത്. കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ പോകരുത്. യേശുവേ, യേശുവേ, നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞോളൂ, നാവെടുത്ത് പറഞ്ഞോളൂ, കർത്താവേ, എൻ്റെ ദൈവമേ, മനസ്സറിഞ്ഞ്, യേശുവേ, മനസ്സറിഞ്ഞ് ഇനി ഞാനൊരു പാപം ചെയ്യുകയില്ല. എൻ്റെ കർത്താവേ, നിൻ്റെ ആലോചനയെ ഞാനിതാ നിരസിച്ച് കളയുകയില്ല. കർത്താവേ, പാപത്തോട് ഞാനിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ആഗ്രഹമുണ്ട്, ചിലർക്ക് ചില പാപങ്ങളോട്, മദ്യപാനത്തോട് യാത്ര പറയാൻ ആഗ്രഹമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവോട് പറഞ്ഞുകൊള്ളൂ, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ആയുസ്സിത നിന്റെ കരങ്ങളിലേക്ക് ഞാൻ വച്ചു തരുന്നു. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. പറഞ്ഞോ, 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 എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. കർത്താവേ, പാപത്തോട് ഞാനിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. ഒരു പ്രാവശ്യം കൂടി പറയൂ, പാപത്തോട് ഞാനിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. ഒരു പ്രാവശ്യം കൂടി, പാപത്തോട് ഞാനിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവേ, ഇന്ന് മുതൽ എന്നേക്കും ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. യേശുവേ, ഇന്ന് മുതൽ എന്നേക്കും ഞാൻ നിന്റെ വക. പ്രിയപ്പെട്ടവരെ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. ആ തീരുമാനം പറഞ്ഞയുടെ മേലാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ താഴ്ത്തിയിടാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ അളവുകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ട് നിർത്തിയല്ലോ. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നാഥാ, തീരുമാനമെടുത്തവരുടെ മേലും സംശയിച്ചവരുടെ മേലും എല്ലാം കർത്താവേ, ആ കൃപയുടെ കര ഒന്ന് വയ്ക്കണമേ. യേശുവേ, ഇന്നിവിടെ വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നന്മയ്ക്കായി അവിടുന്ന് അടയാളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ കൂടി കാണുമ്പോഴേയും കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം.